വിനയ ഒന്നിങ്ങി വന്നേ. എന്താടാ പ്രശ്നമില്ലോ ഒറ്റയ്ക്ക് നടികളുണ്ടോ എന്നിട്ട് കാണാട്ടാ. കണ്ട എന്തോ ഗൂഢാലോചനയാ. ഒരു പുറകിലിങ്ങോട്ടാ പോണത്. എന്താ കാര്യം? നിന്റെ കാര്യം പോക്കാ വിനയ. അനി ഞാൻ ഒറ്റയ്ക്കല്ലല്ലോ, ദൈവന്മാരെല്ലാം ഉണ്ടായിരുന്നു എന്റെ കൂടെ ഫ്യൂസ് ഊരാൻ. മിക്കവാറും നിന്റെ ഫീസ് ഭഗവാനൂർ. നീയും ശ്രീദേവി ആയിട്ടില്ല അതിന്റെ കാര്യേ ഭഗവാൻ അറിഞ്ഞു. നീ ഇതിപ്പോ എവിടെന്നാ? ഞാൻ ഭഗവാന്റെ വീടിന്റെ അടുത്ത് കൂടി വന്നപ്പോ കേട്ടതാ. ഇവനെ കൊല്ലൂന്ന് പറഞ്ഞ് കലിതുള്ളി നിൽക്കുന്നുണ്ടായിരുന്നു. ഇവന് മാത്രം കൊല്ലുള്ളൂ അതോ കൂടുതലുള്ളവരും കൊല്ലൂ? മിക്കവാറും നമ്മളെല്ലാരും കൊല്ലും. തീരുമാനായി. വിനയ, 8:30 ജനതയ്ക്ക് ഞാൻ അങ്ങ് പോവുക. കത്തെഴുതാം, മറുപടി നീ അയക്കണം. പേടിക്കണ്ട. കൊല്ലും ഞാൻ ആ പട്ടിയെ. കൊല്ലണം? അയ്യോ ഒളിയാ, ഞാനൊന്ന് പറഞ്ഞു. താനൊരു കോപ്പം പറയണ്ട. താൻ ഒറ്റ കാരണം അതൊക്കെ സംഭവിച്ചത്. ഇവിടെ ഇപ്പൊ എന്താ പ്രശ്നം? വെറുതെ നാട്ടുകാരെ കേൾപ്പിക്കാനായിട്ട് മിണ്ടിപ്പോരുത്. ഒരുത്തി പോയത് മതിയായില്ല നിനക്ക്. ഇത് കണ്ട വാക്മാൻ ഇവളും ആ ടാക്കീസിലെ ഓപ്പറേറ്റർ പയ്യനുമായിട്ട് എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. മൂത്തവള് വേലിയാടിയാ പോയതെങ്കിലേ ഇവള് മതിലിയാടാ നിൽക്കുക. എന്റെ തേവരെ, നേരാണോടി? ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഉത്സവം കഴിയുന്നവരെ പുറത്തെങ്ങാനും ഇറങ്ങിയാൽ കേറി പൊക്കോളാത്തേക്ക്. നടക്ക്. എന്ത് ചെയ്തിട്ടും കാര്യമില്ല. ഞാൻ വിനേട്ടനോട് പോകും. ഇനി എന്താ വേണ്ടെന്ന് എനിക്കറിയാം. അയ്യോ അളിയാ, അതെ ഉത്സവം ഒന്ന് കഴിഞ്ഞോട്ടെ. ഇപ്പൊ എടുത്ത് ചാടിയ പഴയതുപോലെ നാറും. ഒരു വീട്ടിലെങ്ങനെ കയറാന്ന് കാണിച്ചു തരാം. പ്ലാൻ നമ്പർ 1. കള്ളപ്പെരിച്ചാഴി, നിന്നെ തലവെട്ടിച്ച മതിലേക്ക് നയിക്കോ. പ്ലാൻ പൊളിഞ്ഞെന്ന് വീട്ടിൽ കൊള്ളാനൊക്കെ നമുക്ക് രക്ഷപ്പെടാം. ഇത് എന്റെ ബാക്ക്മാൻ അല്ലത്. തെണ്ടി എന്താ ഏട്ടാ അവിടെ പ്രശ്നം? ഒരു കമ്പിത്തിരിട്ട് കിട്ടേ. നിന്റെ വീട്ടിൽ പോയി കൊടുക്കടാ. ഇതാ പ്രശ്നം. ഈ നാടേ ശരിയല്ല. പോട്ടെ മകളെ. ബിജു കിട്ടൂടാ. വെടിക്കട്ജി ബിജു അല്ല, ബജ്രംഗൻ. കിട്ടുവോ? അതായത് വെടിക്കട്ജി നമ്മളാരും ഇതുവരെയായിട്ട് ചോദിച്ചിട്ടില്ല. ഇവിടെ വീട് വിളിക്കുന്ന ആര് വേണോ? ഒരു തീപ്പെട്ടി. തീപ്പെട്ടി കൊടു. തീപ്പെട്ടി ഇല്ലാതാണോ വെടിവെക്കാൻ ഇറങ്ങിയിരിക്കുന്നത്? വെടി എപ്പോ വെക്കുന്ന എവിടെ വെക്കുന്നതൊക്കെ വേലാതെ നോക്കിക്കോളാം. ഏതടാ ഈ കരുതാ മോനൻ? ഒന്നും വിചാരിക്കരുത്, ചിറ്റയുടെ മോനാ. ചിറ്റയുടെ മോൻ. വലിയ കാര്യമുണ്ടോ അണ്ണാ? എന്റെ ബൾബും കാശും. ഏയ് ഡാർക്ക് മാൻ, നീ വെറുതെ വേലായുധനെ കൊണ്ട് പിച്ചാത്തി ഘടിപ്പിക്കല്ലേ. അണനെന്തിത്ര മുക്കുന്നു? ഇതാ ഞാൻ പറഞ്ഞ ആൾക്കാർ. ഒന്ന് വിരട്ടിയേരി കട്ടിയിലായിക്കോട്ടെ. എവിടെ കണ്ട് നോക്കുന്നുണ്ട്. പാവം അങ്ങോട്ട് നോക്കിയേ. ഈ പച്ചക്കാരനാരാ? ഇന്നലെ രാത്രി ഞാൻ കണ്ടോന്ന് പറഞ്ഞില്ലേ? അയാളാ. ആണോ? എന്തുട്ടാ ഡ്രസ് ചെയ്ത് ക്യാമറയാ? കോണക. എങ്കി ആ കോണക എടുത്തൊന്ന് ആരെയൊന്ന് മറച്ചേ. അണ്ണൻ കാണട്ടെ. അയ്യോ അല്ല അണ്ണാ, അണ്ണന്റെ ആഗമന ഉദ്ദേശം ഞങ്ങൾ പെരുവത്ത് കടകുകാര് കോണ കൊടുക്കുന്ന കാണാനാ. ഇടക്കന്നാലേ വടക്കുന്നാനം മണ്ണിപ്പിച്ച് ചോദിച്ചാലേ ഈ വേലായുധൻ എങ്ങനെയാ വെടിക്കിട്ട് വേലായൻ എന്ന കഥയെ പറയും. നിന്റെ മോറ് കാണാൻ നല്ല ചന്തേട്ടാ, പക്ഷെ മ്യൂസിക് അത്ര മൂപ്പ് പോരാ. ഇനി നീ വടക്കും ഭാഗത്ത പെണ്ണിന്റെ പുറകെ നടന്നെന്നറിഞ്ഞ ദേവരുടെ വെടിക്കെട്ടിന്റെ ഒരു സാമ്പിളായിട്ട് വരും. അണ്ണൻ ചെല്ല്, നമുക്ക് പിന്നെ പടപ്പിക്കാം. ചെല്ലാൻ പിന്നെ പടപ്പിക്കാം. പിന്നെ പറയിപ്പിക്കാന്ന്. എന്താ ഒരു തീപ്പൊരിയ രോമാഞ്ചം കൊണ്ടൊരു രോമാഞ്ചം. ജയം കഴിഞ്ഞ നമ്മുടെ ആളാ. മാധവ, പണ്ടത്തെ പോലല്ല സിനിമ. സിനിമയ്ക്ക് വന്ന മാറ്റങ്ങളെ നിന്ന് കത്തണ കണ്ടോ? തീപ്പൊരിയും രോമാഞ്ചൊക്കെ ശരിയാ. എടാ, 8ാമത്തെ ഉത്സവത്തിന്റെ ഭഗവാന്റെ കാശ് രൊക്കം കൊടുത്തില്ലെങ്കിലേ നമ്മളായിരിക്കും നിന്ന് ആര് കത്തും? ഒന്ന് പോടാ. നമ്മുടെ ഈ ടാക്കീസ് വിട്ട് ആരും മാറാൻ പോകുന്നില്ല. ഇനി അങ്ങനെ സംഭവിക്കണമെങ്കിലേ ഈ നീറങ്ങ് പോയി മാനം കറക്കണം. ഒന്നും ഉണ്ടായിരടാ. ആരടാ ചതിച്ചാശാനെ, ചതിച്ചു. ആരാന്ന്? ആരടാ? ജോഷിയാണടാ?
എന്ത്? വേലായുധൻ 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 സംവിധായകനാ പിന്നെ? വെടിക്കെട്ട് വേലായുധൻ ഇവനെ തല്ലാൻ വേണ്ടി ഇറക്കിയതാ. ഉത്സവ പറമ്പ് വെച്ച് ഇപ്പൊ ചെറുതായിട്ടൊന്ന് കോർത്തിട്ട് വരിക. ഞാൻ അപ്പഴേ നിന്നോടൊക്കെ പറഞ്ഞതാ. അയ്യോ അപ്പൊ നിനക്കൊക്കെ പഴവും മാങ്ങ ഒരുമിച്ച് പറിക്കണം. പഴം വാങ്ങിയ അത് എന്നെ കൊണ്ടൊന്നും പറയിക്കരുത്. ഉത്സവം അലങ്കോലമാക്കി ഇപ്പൊ നാട്ടുകാരോരോന്ന് പറഞ്ഞ് ഉണ്ടാക്കുന്നുണ്ട്. നിൽക്കുന്നത് കണ്ടില്ലേ? ആഹാ എന്റെ ആശാനെ നാട്ടുകാരുടെ മുന്നിൽ നാണം കെടുത്തിയ പിന്നെ കൈയും കെട്ടി നോക്കി എടാ നീ അവനെ കൂട്ടുപിടിക്കണ്ട. നാട്ടുകാർ നിന്നെ നാണം കെടുത്താ നീ നോക്കിയാൽ മതി. എടാ നീ ഈ ഉത്സവത്തിന് ആ പെണ്ണിന്റെ പുറകെ നടന്ന് കുഴപ്പമില്ല ഉണ്ടാക്കിയുണ്ടല്ലേ അവന്മാരിപ്പോ ഈ വെടിക്കെട്ടിനെയും വേലായതിനെയൊക്കെ ഇറക്കുന്നത്. അറിഞ്ഞു അല്ലേ? ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ ഫ്ലാഷ് ആവും. വെടിക്കെട്ടല്ല ഏത് വള്ളിക്കെട്ട് വന്നാലും നിന്നു പെടയ്ക്കും. വേറെ കാര്യം. നീ ആദ്യമേ അവളുടെ കാര്യം അറിഞ്ഞിട്ട് വേടാ. ഹായ് ഗേൾസ്. ഇവളെന്തിനാ കാസറ്റ് ബുക്കി കാണിക്കണ? ഒന്നിനെ വീട്ടിൽ കൂട്ടിയിട്ട് ഇപ്പം 3 എണ്ണമായിട്ടാണോടാ കാസറ്റ് ബിസിനസ്? പോടാ ഞാൻ പോയി സംസാരിച്ചിട്ടായ. പിന്നെ പോക്കണു സംസാരിക്കാനാണെങ്കിൽ അവളെന്തിനാ കാസറ്റ് പോക്കണത്? അവള് വേറൊന്നും പറഞ്ഞില്ല, കാസറ്റ് അല്ലേ? അവൻ പോയി സംസാരിച്ചിട്ട് പറ്റടാ. എന്നാലും എന്റെ സുമിത്ര. അയ്യേ നിന്റെ സുമിത്ര അടിച്ചിട അവനെ. നീ പോടാ. നമുക്ക് നിറക്കിട്ട് നോക്കാം. ഒരു നിറക്കൂല. സുമിത്ര എടാ അവളുടെ അച്ഛൻ കേക്കണ്ട. പിന്നെ അച്ഛനറിഞ്ഞ എനിക്കൊന്നുമില്ല. പോയി. ഏത് ഗസ്റ്റാ? സുഗമോ ദേവിയ? അത്ര സുഖമുള്ള കാര്യമല്ല. പക്ഷേ നിങ്ങളെല്ലാരും എന്റെ കൂടെ നിന്നേ പറ്റും. നീ കാര്യം പറയടാ. കീരിക്കാടൻ ജോസാണ് കിളിപ്പി ജോസ് കിളിപ്പിച്ചിരിക്കും. ഓക്കെ അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രി നമ്മൾ ഭഗവാന്റെ വീട്ടിൽ കയറുന്നു. ഇന്ന് രാത്രി എന്റെ പൊന്നു വിനയാ, കയ്യാലേക്കകത്ത് കാസറ്റ് കൊണ്ടുപോയിക്കുന്നില്ല. രാത്രി അങ്ങനെ വീട്ടിൽ കയറുന്നത് ആ ഭഗവാൻ എങ്ങാനും അറിഞ്ഞാണ്ടല്ലോ പട്ടാന്ന് പറഞ്ഞ് പൊട്ടും. അല്ല നിനക്കിപ്പോ ഈ രാത്രി ആ വീട്ടിൽ കയറിയിട്ട് എന്ത് കിട്ടും? എടാ ശ്രീദേവിക്ക് വേറെ കല്യാണാലോചനകൾ നോക്കി തുടങ്ങിയിട്ടുണ്ടെന്ന്. എന്താ ചെയ്യേണ്ടെന്നൊരു എത്തും പിടിയും കിട്ടുന്നില്ല. അവളെ കാണാൻ എന്നെ കാണുമെന്നാ പറയുന്നത്. എനിക്ക് എന്തായാലും ഇന്ന് അവളെ കണ്ടേ പറ്റൂ. എടാ പിന്തിരിപ്പ മൂരാച്ചികളെ, എന്റെ വിനയനെ അവന്റെ ശ്രീദേവിയെ കാണുന്നുണ്ടെങ്കിൽ ഞാൻ കാണിച്ചു കൊടുക്കും. അത് ഇനി ഭഗവാനല്ല ഏത് ഭഗവതി വിചാരിച്ചാലും ശരി എന്നെ പിടിക്കാൻ പറ്റും. ഭഗവതി വിചാരിച്ചാൽ ചിലപ്പോ പറ്റേക്കും, പക്ഷെ ഭഗവാൻ വിചാരിച്ചാൽ പറ്റില്ല. ഓപ്പറേഷൻ ഭഗവാൻ ബോംബെയിലേക്ക് ഇങ്ങനെയാണ് ഒരു പണിക്കും ഇങ്ങനെ കൈവക്കും. എന്നാ ശരി. ഓപ്പറേഷൻ